Hi friends, welcome back to our channel. 6th class ഹിന്ദി ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2022-23 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി ഗതിവിധി ഏക് സൂചന ഗൺ പढ़ അവർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. അപ്പോൾ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാം. एक दिन शीतल ने एक सपना देखा. एक नदी तेज बह रही थी. नदी में एक मछली बाहर उछले और കിനാരെ. ബുദ്ധിമുട്ടുള്ള രണ്ട് വേർഡിൻ്റെ മീനിങ്ങും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കിസ്നെ സപ്ന ദേഖ. കിസ്നെ സപ്ന ദേഖ. ആരാണ്? ഏതാണ് ഉത്തരം? ശീതലിനെ. ഏതാണ്? ശീതലിനെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നദി കൈസേ വഹ് രഹി ഥി. അതിൻ്റെ ആൻസർ എന്താണ്? അതിൻ്റെ ആൻസർ സി ആണ് വരിക. എന്താണ്? തേസ്. എന്താണ്? തേസ്. ഈ നെക്സ്റ്റ് നദീനെ ബഹർ ഉച്ചിലി ഖോൻ. ആരാണ്? അപ്പോൾ അതിലേതാ വരിക? മച്ചിലി. എന്താണ്? മച്ചിലി. ഇനി അടുത്തത് മച്ചിലി കഹാം ഫൻസ് ഗയി. മച്ചിലി കഹാം ഫൻസ് ഗയി. അപ്പോൾ അതിലേതാ വരിക? അതിൽ പത്തർപ്പർ. എവിടെയാണ്? പത്തർപ്പർ. എവിടെയാണ്? പത്തർപ്പർ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൻ ശീതലിനെ മച്ചിലി കോ കഹാം ഡാൽ ദിയ. അപ്പോൾ അതേതാ വരിക? നദീമേം. എന്താണ്? നദീമേം. ദെൻ ഗതിവിധി 2 നോക്കാം. സൂചന ജമീൻ കെ ജാദു ആഥാ ഹെ കവിത കേസെ പങ്ക്തിയാം പടവർ പ്രശ്നം കെ ഉത്തർ ലിഖേം. അപ്പോൾ ഒരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാം. അപ്പോൾ കൂട്ടുകാർ വായിച്ച് നോക്കുക. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ് ने ഭൂമി के लिए किस शब्द के प्रयोग हुआ. ഭൂമി എന്ന വേർഡിന് സമാനമായ ശബ്ദം ഏതാണ്? ജമീൻ. എന്താണ്? ജമീൻ. ഇനി അടുത്തത് धरती बचाओ जीवन बचाओ यह संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ സന്ദേശം കൊടുക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ചിത്രമൊക്കെ വരച്ച് പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കണമെന്ന് കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ അതുപോലെ തയ്യാറാക്കി നോക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗതിവിധി 3 എന്താ നോക്കാം. സൂചന ചിത്ര വചൻ കരേ അവർ പ്രശ്നവും കെ ഉത്തർ ലിഖേം. അപ്പോൾ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ആദ്യത്തെ ഒരു പെൻസിലിന് നേരെ ഒരു എലി നോക്കുന്നുണ്ട്. ദെൻ എന്താണ്? പെൻസിൽ പിടിച്ച് കടിക്കുന്നുണ്ട്. ഒരു പൂച്ച വന്ന് കൊണ്ടുവന്നുണ്ട്. പെൻസിൽ സന്തോഷമായി നിൽക്കുന്നുണ്ട്. പൂച്ച എലിനെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചിത്രയ്ക്ക് അനുസാർ വാക്യം കെ ക്രംസേലിക്ക്. അപ്പോൾ താഴെ വാക്യങ്ങൾ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ വായിച്ചിട്ട് ഇത് ഓർഡർ ആക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ ഓർഡർ ആക്കണം എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഏതാ വരിക? ആദ്യം ലാസ്റ്റത്തെ വസീൽ ചിത്ര ഗിച്ച്നെ ലഗി. അതാണ് ആദ്യം വരിക. രണ്ടാമത്തെ ഏത് വരും? രണ്ടാമത്തെ ഏതാണ്? ബില്ലി കോ ദേക്കർ ചൂഹ ബഗയ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ എന്ത് വരും? बुक चूह को एक पीसल मिली. നെക്സ്റ്റ് ലാസ്റ്റത്തെ എന്ത് വരും? पीसल ने कहा मुझे दौड़े दो मैं तुम्हारे लिए चित्र गीच ദൂങ്കി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഓർഡർ ആക്കേണ്ടത്. ഇത് നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അടുത്തത് എന്താ? അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ ഗഡ്സെ കിസ്കെ സംസാർ കാ താജ് കഹാ ഗയാ ഹെ. ആരാണ്? ഭാരത് കാ. ആരാണ്? ഭാരതത്തിൻ്റെ. ഇനി ഭാരത് കി ചമക് അതിന് അനുയോജ്യമായത് ഏതാ? വിശ്വഭർ ഫൈലിഹി. ഇനി നെക്സ്റ്റ് എന്താണ്? ഭാരത് കി ഭൗഗോലിക് ജൽക്ക. അത് ഏതാ വരിക? ഖൂബ്സൂരത് ഹേ. ഇനി നെക്സ്റ്റ് ഭാരത് के मौसम. അത് ഏതാ വരിക? അത് സമയ പർ ബദൽത്തെ ഹേ വരും. നെക്സ്റ്റ് സപ്പൻ സംസ്കൃതി. അത് ഏത് വരും? ഭാരത് കി ഷാൻ ഹേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അടുത്ത അഞ്ചാമത്തെ ആക്ടിവിറ്റി അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുക. ലോകമേ കിസ്
കിസ് മഹീനെ കെ ബാരെ മേം കഹാ ഗയാ ഹെ ഏതാണ് മാർച്ചാണ്. ദെൻ താലി കെ ഉചിത് വാക്യ ചുൻകർ പർ കി പൂർത്തി കരേം. അപ്പോൾ എന്താണ് വരിക? താലിക കെ ഉചിത് വാക്യ ചുൻകർ പത്ര കി പൂർത്തി കരേം. അപ്പോൾ എന്താണ്? പത്ര പൂർത്തിയാക്കാൻ. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന പത്രം. അപ്പോൾ ഇത് പൂർത്തിയാക്കുക. അപ്പോൾ ഓർഡറാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓർഡറിൽ അതൊക്കെ അവിടെ വെച്ചാൽ അത് പൂർത്തിയാവും. അപ്പോൾ ആദ്യത്തേത് എന്താ വരിക? തും കൈസേ ഹോ വരും. ഓക്കെ, അപ്പോൾ ആദ്യം തും കൈസേ ഹോ. രണ്ടാമത്തെ ഏതാ വരിക? മേം അച്ചി തരഹ് പഠന ചാഹ്താ ഹെ, അത് വരും. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ എന്ത് വരും? ആദ്യത്തെ എന്താണ്? ആങ്കോ മേം നദ് ആത്താ ഹെ വരും. ഇത് നാലാമത്തെ ഏതാ വരിക? അച്ഛേ തരഹ് പഠന. അപ്പോൾ ഇതൊക്കെ കൂടി അവിടെ ആ സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നമ്മുടെ പത്ര പൂർത്തിയാവും. ഗതിവിധം എന്താ? അടുത്ത ഗതിവിധം ഒരു പോമാണ്. അപ്പോൾ ആ പോം കൂട്ടുകാർ വായിച്ച് നോക്കുക. കവിത സേ യേ ആശയ വാലി പങ്ക്തിയം ചുൻകർ ലിയാം. അപ്പോൾ ഈ ആശയം വരുന്ന ലൈൻ ചൂസ് ചെയ്യുക. ചീനി ലേക്കർ ചലനെ വാലി ചീട്ടി രാസ്തേ മേം ഏക് ആവുർ ചിട്ടി സേ മിൽത്തെ ഹേ. ദെൻ അതുപോലെ തന്നെ ചീണ്ടി ആവുർ ചീനി ഏക്ക് സാത്ത് റുക്തി ഹെ അവർ ചലത്തി ഹെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ വരുന്നത് ഏത് ലൈനാണ്? അഞ്ചാമത്തെ ലൈനാണ്. അപ്പോൾ ആദ്യത്തെ ആൻസർ 5th ലൈനാണ്. അപ്പോൾ 5th ലൈൻ എടുത്ത് എഴുതുക. ദെൻ രണ്ടാമത്തെ ആൻസർ വരുന്നത് മൂന്നാമത്തെ ലൈന് 4ാമത്തെ ലൈനുമാണ്. അപ്പോൾ മൂന്നാമത്തെ ലൈന് 4ാമത്തെ ലൈനും എഴുതുക. ഓക്കെ, ഇനി കവിത കെ ലിയെ ഏക്ക് ശീർഷക് വരാം. അപ്പോൾ ഇതിനൊരു ശീർഷകം കൊടുക്കാം. നമുക്ക് എന്ത് കൊടുക്കാം? ചിട്ടി അവർ ചീനി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.